ഒരാളെ പിടിക്കുന്നു. നമ്മൾ ഈ ബുള്ളറ്റിൻ കയറുന്ന ടൈമിൽ തന്നെ ആ സംഭവമൊക്കെ നടക്കുന്നതുകൊണ്ട് പ്രേക്ഷകർ നേരിട്ട് കാണുന്നുണ്ട് ഒരാളെ പിടിക്കുന്നത്. പക്ഷേ ഇയാൾ ഈ കുറുവാ സംഘവുമായി ബന്ധപ്പെട്ട ആളാണോ എന്നതിലൊക്കെ ഇനി ഒരു ഉത്തരം ഉണ്ടാകേണ്ടതില്ലേ? പോലീസ് ഈ കുട്ടനിൽ നടത്തിയ പരിശോധന, അത് ആലപ്പുഴയിലെ കുറുവാ സംഘത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘം തന്നെയാണോ ഇവിടെ കസ്റ്റഡി എടുക്കാനായി എത്തിയത്? ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത്. പക്ഷേ അത്ര സിമ്പിളൊന്നും അല്ല നമുക്ക് കാണുമ്പോൾ അറിയാം. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കൊണ്ട് അദ്ദേഹം പറയുന്നതായിരിക്കാം. ഇതൊരു വലിയ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയൊരു ഓപ്പറേഷനാണ്. ഇയാൾക്ക് ബന്ധമുണ്ട് എന്നത് പ്രാഥമികമായി സ്ഥിരീകരിക്കുന്നുണ്ടോ ഈ മോഷണ സംഘവുമായി? പോലീസ് ഇത്തരത്തിൽ വ്യക്തമായ ഒരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയെ കസ്റ്റഡി എടുക്കാൻ അവിടെ നിന്നും ഈ കുണ്ടന്നൂരുള്ള ഇവിടേക്ക് ഈ പ്രദേശത്ത് എത്തുന്നത്. അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്. അതായത് പോലീസ് വിവിധ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്ത് വരികയായിരുന്നു എന്നാണ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിനുശേഷം ഇത്തരത്തിൽ ഒരു സംഘം ഇവിടെ ഉണ്ടെന്നും അങ്ങനെയാണ് പോലീസ് ഇവിടെ എത്തുന്നതും ഈ സന്തോഷ് എന്ന ആളെ പ്രതിയിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതും. അതോടൊപ്പം തന്നെ ഈ സന്തോഷ് എന്ന് പറയുന്ന ആൾ ഈ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയതോടുകൂടിയാണ് പോലീസിനും ഇത്തരത്തിലുള്ള ഒരു സംശയം. ഇദ്ദേഹം ഈ പറയുന്ന സന്തോഷ് ഇത്തരത്തിൽ ഈ കേസിൽ അടക്കമുള്ള കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ട ഇത്തരം ആലപ്പുഴയിൽ നടത്തുന്ന മോഷണങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള തരത്തിലൊരു ധാരണ അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചന പോലീസ് പങ്കുവയ്ക്കുന്നതും ഇദ്ദേഹം രക്ഷപ്പെടാൻ എടുത്ത ഒരു രക്ഷപ്പെടാൻ കാട്ടിയതിനാൽ കൂടിയാണ് ഇത്തരത്തിൽ പോലീസ് ഇയാൾക്ക് ഈ സംഘവുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഇയാൾ ഒളിച്ചു താമസിക്കുന്ന ഒരിടം. ആ ഒരു തികച്ചും വൃത്തിഹീനമായിട്ടുള്ള ഒരു പരിസരമാണ്. അവിടെ ഒരു മണ്ണ് കുത്തി, ഒരു കുടിലിന് അകത്ത് മണ്ണ് കുത്തി അതിൻ്റെ മേലെ ടർപോളിൻ ഇട്ട നിലയിലായിരുന്നു ഒളിച്ചു താമസിച്ചിരുന്നത്. അപ്പോൾ അതെല്ലാമാണ് പോലീസിന് ഇത്തരത്തിൽ ഇയാൾക്ക് ഈ മോഷണവുമായി ബന്ധമുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഒരു കാര്യം ഒരു സംശയം ഇപ്പോൾ ഈ വിവരങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും തോന്നുന്ന ഒരു സംശയമാണ്. പ്രേക്ഷകർ സ്വഭാവമായിട്ട് അങ്ങനെ സംശയം ഉണ്ടാകാം. ഇപ്പോൾ ഇയാളെ ജീപ്പിലെ 3 പേരെ കസ്റ്റഡി എടുക്കുന്നു. ഇയാളെ ജീപ്പിലേക്ക് കയറ്റുമ്പോൾ സ്ത്രീകളടക്കമുള്ളവർ വന്ന് ഡോർ തുറന്നു കൊടുക്കുന്നു. ഇയാൾ ഓടി രക്ഷപ്പെട്ടു എന്നാണല്ലോ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇപ്പോൾ കസ്റ്റഡി എടുത്ത ആളിനെ കുറിച്ച് തന്നെയാണോ? ഈ കുണ്ടന്നൂർ പാലത്തിനടിയിൽ ഇയാൾ ഒറ്റയ്ക്കായിരുന്നു, അവിടെ സ്ത്രീകളടക്കമുള്ള സംഘമുണ്ടായിരുന്നോ? കുട്ടികൾ ഉൾപ്പെടുന്ന നാടോടി സംഘമുണ്ടായിരുന്നോ? ഇയാൾ എവിടുത്തുകാരനാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? ഇവിടെ കഴിഞ്ഞ ഏതാനും കുറച്ച് നാളുകളായി ഇത്തരത്തിലൊരു സംഘം ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. നമുക്ക് കണ്ടതുപോലെ ഇയാൾ ചാടി എന്ന് പറയപ്പെടുന്ന ഒരു തോട് പ്രദേശമാണ്. അവിടെ മത്സ്യബന്ധനം നടത്തിയാണ് ഈ പ്രദേശം ഇവിടെ താമസിക്കുന്ന ഈ നാടോടി സംഘം കഴിഞ്ഞു വന്നിരുന്നത്. അവർ നാളുകളായി ഇവിടെ താമസിക്കുന്നതാണെന്നാണ് അല്പം മുമ്പ് നമ്മളോട് പോലീസ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവർ ഇവിടെ താമസിക്കുകയും പകൽ സമയങ്ങളിൽ ഇവിടെ മീൻപിടുത്തം അടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും പിന്നീട് രാത്രിയോട് ആകുമ്പോൾ ഇവർ ഈ പ്രദേശത്ത് നിന്ന് മാറി അല്പം ദൂരെയുള്ള ഒരു പ്രദേശം തിരഞ്ഞെടുത്ത് അവിടെ മോഷണം നടത്തുന്ന ഒരു രീതിയാണ് എന്ന് പോലീസ് പറയുന്നുണ്ടായിരുന്നു. നാളുകളായി ഇവർ ഇവിടെ തന്നെ താമസിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് ഈ പോലീസിന് വിവരം കിട്ടുന്നതും പോലീസിന് ഇവരെ പറ്റിയുള്ള വിവരം കിട്ടുന്നതും പോലീസ് ഇവരെ പിടിക്കുന്നതും. ഈ സ്ത്രീകൾ അടക്കമുള്ളവരാണ് ഇവരെ രക്ഷിച്ചു കൊണ്ടുപോയത്. രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന നേരത്ത് പോലീസ് വണ്ടിയുടെ വാഹനത്തിന്റെ ഡോർ വന്ന് തുറന്ന് പിന്നീട് ഇദ്ദേഹം വിലങ്ങോടുകൂടി തന്നെ ഓടി. നമുക്കറിയാം ശരി, വിഷ്ണു പ്രകാശിന് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ശേഖരിക്കാനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവരുമായി ആശയവിനിമയം നടത്തുക. കൂടുതൽ വിവരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷനാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ കുറുവാ സംഘമെന്ന് സംശയിക്കപ്പെടുന്ന തസ്കര സംഘത്തിനെ, കള്ളന്മാരുടെ സംഘത്തെ പിടികൂടാനുള്ള ഗൗരവതരമായ അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്, ആലപ്പുഴയിലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ജനങ്ങൾക്കുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രിയിൽ നാട്ടുകാരുടെ പ്രത്യേക സംഘമൊക്കെ പലയിടത്തും പരിശോധന നടത്തുന്നു എന്ന വിവരം വൈകിട്ട് രഘുനാഥ് നാരായണൻ പങ്കുവച്ചതുമാണ്. അത്തരത്തിൽ ഗൗരവതരമായൊരു വിഷയമാണ്. ഇതുവരെയും ആർക്കും ആപത്തൊന്നും പറ്റിയില്ലെങ്കിലും ആയുധം ഉൾപ്പെടെ കൈവശം വയ്ക്കുന്ന ഒരു സംഘം, അവരാണോ എന്ന് ഇതുവരെയും ഉറപ്പില്ല. അങ്ങനെ ഒരു സംഘം വീടിന്റെ അടുക്കള വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറി മോഷണം നടത്തുന്നു എന്നത് തുടരുന്ന സ്ഥിതിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ എറണാകുളത്ത് 3 പേരെ കസ്റ്റഡി എടുത്തത്. ഒരാൾ ചാടിപ്പോയി, അയാളെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായൺ കൂടി ചേരുന്നുണ്ട്. രഘു, ആലപ്പുഴയിലെ പോലീസുമായി സംസാരിക്കുമ്പോൾ ഈ കൊച്ചിയിൽ നടന്ന ഈ കസ്റ്റഡി ഉൾപ്പെടെ അത് ഈ കുറുവാ സംഘമാണോ, അതല്ല ഇനി കുറുവാ സംഘമല്ല ഈ മോഷണത്തിന് പിന്നിലെങ്കിൽ ഈ കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്ന് പിടിച്ച ആളൊക്കെ ഈ സംഘത്തിൽപ്പെട്ട ആളാണോ? അക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണവും വിശദീകരണവും വരുന്നുണ്ടോ? രതീഷ്, ആദ്യം മുതൽ തന്നെ പോലീസ് വലിയ കോൺഫിഡൻസിലാണ്. ഈ മണ്ണഞ്ചേരിയിലടക്കം മോഷണമുണ്ടായ ഘട്ടത്തിൽ SP പറഞ്ഞത് 3 ദിവസത്തിനകം പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനമുണ്ടാകും. ഇന്ന് വൈകുന്നേരം DYSP വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹവും വലിയ കോൺഫിഡൻസ് പ്രകടിപ്പിച്ചു. ഒരുപക്ഷെ ആ സമയവും ഈ പ്രതികളുടെ
പോലീസിൻ്റെ സർവൈലൻസിലായിരിക്കാം, അല്ലെങ്കിൽ പ്രതികളെന്ന് സംശയിക്കുന്നവർ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ആളുകൾ പോലീസിൻ്റെ സർവൈലൻസിലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ DYSP അടക്കം വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. പക്ഷേ ഇതര സംസ്ഥാനക്കാരാണ് അല്ലെങ്കിൽ മലയാളികളല്ല മോഷണത്തിന് പിന്നിൽ എന്നുള്ള കാര്യം പോലീസിന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് കുർവാ സംഘത്തിലേക്കുള്ളൊരു സംശയം നീണ്ടത്. ഈ ഇതര സംസ്ഥാനക്കാരാണ് എന്ന് പോലീസ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം അവരുടെ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന അവരുടെ ഒരു ശരീരഭാഷ, ഒപ്പം തന്നെ ശരീരത്തിൻ്റെ ടോൺ, ഒപ്പം തന്നെ ഈ മോഷണത്തിന് വരുന്നത് വളരെ ലാഘവത്തോടൊരു സാധാരണ നിലയിൽ മലയാളികളൊക്കെ മോഷ്ടിക്കുന്നത് വരികയാണെങ്കിൽ അവർക്കൊരു ഭയമുണ്ടാകും. കാരണം ഇവരെ അറിയാവുന്ന ആളുകൾ CCTV ഒക്കെ കണ്ടാൽ അറിയാവുന്ന തിരിച്ചറിയാവുന്ന ആളുകളുണ്ടാകും. അത്തരത്തിൽ സ്ഥിരം കള്ളന്മാരല്ലാത്ത ആളുകൾക്കൊരു ഭയമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരാണെങ്കിൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ആളുകളാണ്, കുർവാ സംഘത്തിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും നമ്മൾ ഇവരാണെന്നുള്ളൊരു സംശയം അവർക്കുണ്ടാവില്ല. അവർ സാധാരണ നിലയിൽ അവിടെ കായലിൽ നിന്നൊക്കെ മീൻ പിടിച്ച്, നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കുട്ടവഞ്ചിയിൽ മീൻ പിടിക്കാൻ പോയി കഴിയുന്ന ധാരാളം ആളുകൾ നമ്മളുടെ തന്നെ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമുണ്ട്. അവരെ ഒന്നും നമ്മൾ ഒരു ഘട്ടത്തിലും സംശയിക്കത്തില്ല. കാരണം അവർ മീൻ പിടിച്ച് നമ്മളോടൊക്കെ വളരെ മാന്യമായി സംസാരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്, കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ശരി, അങ്ങനെയുള്ള ആളുകളാണ് ഈ കുർവാ സംഘത്തിന്റെ ഭാഗമായി മറ്റു മോഷണം നടത്തുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രഘു റിപ്പോർട്ട് ചെയ്യുന്ന ആ വിവരമാണ് രഘു പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അത് കൊച്ചി നഗരത്തിലെ കുണ്ടന്നൂർ പാലത്തിന് സമീപത്തുള്ള ദൃശ്യങ്ങളാണ്. കുണ്ടന്നൂർ പാലത്തിന് അടിയിൽ നിന്നാണ് ഒരാളെ കസ്റ്റഡിയെടുത്തത്. 3 പേർ മൊത്തം കസ്റ്റഡിയുണ്ട്. ഒരാൾ ചാടിപ്പോയി. ആ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസാണ് നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ 10 മണിക്ക് നമ്മൾ വാർത്ത കയറുമ്പോൾ അവിടെ നിന്ന് ഉള്ള ദൃശ്യങ്ങൾ ലൈവായി വരികയായിരുന്നു. അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് വിഷ്ണുപ്രകാശ് വിവരങ്ങൾ നൽകുന്നതിനിടയിലാണ് നമ്മുടെ ക്യാമറയിൽ തന്നെ കണ്ടത് ഒരാളെ, ഈ ചാടിപ്പോയി എന്ന് പറയുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മാതൃഭൂമി ന്യൂസിന്റെ വാർത്തയ്ക്കിടയിലാണ് ഇങ്ങനെയൊരു സംഭവം അവിടെ അയാളെ കസ്റ്റഡിയിലെത്തുന്ന പ്രധാനപ്പെട്ട വിവരം പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയും ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്തത്.